നമസ്കാരം, എല്ലാവർക്കും ജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള സുദേശാണ്. നമ്മുടെ പിള്ളേർക്ക് എത്രാമത്തെ വയസ്സ് മുതൽ നമ്മൾ വീട് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വീട് മേടിക്കാനായിട്ട് പിള്ളേരെ നമ്മൾ സഹായിക്കണം, അതിനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു വീഡിയോയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പേരൻസ് പിള്ളേർക്ക് വീട് മേടിച്ചു കൊടുക്കുക, സമ്പാദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ നശിച്ചു പോവുകയുള്ളൂ, അവരൊരിക്കലും രക്ഷപ്പെടാറില്ലെന്ന്. പക്ഷെ അത് ആണോ സത്യം എന്നതിനെ കുറിച്ചുള്ള ഒരു വൈഡ് ആയിട്ടുള്ള നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സുദേശ്, നമസ്കാരമുണ്ട്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുദേശ് എന്നാണ്. ഞാൻ കേരളത്തില് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന് പറയും, അവിടെയാണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിനകത്തുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ആൾക്കാരെ സഹായിക്കാന്ന് പറഞ്ഞ ഉദ്ദേശം ഒരു എന്താ പറയുക, ബൈയേഴ്സ് ഏജന്റ് ആയിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ അതോ? 2016 മുതലാണ് ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാനും തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം പ്രോപ്പർട്ടികൾ വാങ്ങിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബറിൽ ഞാൻ ജോലി നിർത്തി. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആയിട്ട് ബയേഴ്സ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, 1.5 വർഷത്തിൽ കൂടുതലായിട്ട്. ഓസ്ട്രേലിയയിൽ എവിടെയായിട്ടാണ് ഇപ്പം? ഞാൻ സിഡ്നിയിൽ പെൻട്രിത്ത് എന്ന് പറയും. ഓസ്ട്രേലിയയിൽ മോർ ദാൻ 80% ഡീൽ നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴിയാണ്. നമ്മുടെ ഓസ്ട്രേലിയയിൽ ആളുകൾക്ക് അത്ര അവെയർ അല്ല. ഒരു 60% ആളുകൾക്കും ബയേഴ്സ് ഏജന്റ് എന്നുള്ള ടേം അറിയില്ല. ആളുകൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങി വരുന്നേ ഉള്ളൂ. ആദ്യം ന്യൂ സൗത്ത് വെയിൽസിൽ ഞാൻ ആദ്യം വാങ്ങിച്ചത് ന്യൂ സൗത്ത് വെയിൽസിലാണ്, പിന്നെ ക്യൂൻസ്ലാൻഡിൽ വാങ്ങിച്ചു, പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയ വാങ്ങിച്ചു. അങ്ങനെ എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് വാങ്ങിക്കാണ്ട് പല സ്ഥലത്ത് വാങ്ങിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. മിക്ക ആൾക്കാരും ഈ 2011 അല്ലെങ്കിൽ അതിന് മുമ്പ് വന്നവര്, ഒരു ജനറേഷൻ നേരത്തെ ഉള്ളതുണ്ട്, റിട്ടയർമെന്റ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു 45 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ട്. അവരൊക്കെ പിള്ളേർ മിക്കവാറും ഹൈസ്കൂൾ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് ജോലിയായി, 22 വയസ്സ് 23 വയസ്സൊക്കെ ഉള്ളൂ. ശരിക്കും ഏത് പ്രായമാണ് ബെസ്റ്റ് ഏജ് നമുക്കൊരു പ്രോപ്പർട്ടി മേടിക്കാനായിട്ടുള്ളത്? അതായത് ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പല കുട്ടികളുടെയും എഡ്യൂക്കേഷൻ പല തരത്തിലാണ്. ചിലർ PG കഴിഞ്ഞ് നിർത്തും, ചില ആളുകൾ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് പോകും. അപ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ തുടങ്ങിയ സമയത്ത് അവർക്ക് അതുവരെ പേരൻസ് ആണ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള പൈസ ഒന്നിച്ച് വരാൻ തുടങ്ങുമ്പോൾ അവർക്ക് അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നറിയില്ല. അവർ ലക്ഷറി ഐറ്റംസിൽ പോവുക, കാർ വാങ്ങിക്കുക, ഫോൺ വാങ്ങിക്കുക, കുറെ ലക്ഷറി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു ബിഹേവിയർ വരും. അപ്പൊ ആ സമയത്ത് തന്നെ, അത് വരുന്നതിന് മുന്നേ തന്നെ പേരൻസ് അവരൊന്ന് ഗൈഡ് ചെയ്ത് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ഒരു ട്രാക്കിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് വരും. അതിന്റെ കൂടെ ഒരു റെന്റൽ ഇൻകം വരാൻ തുടങ്ങി, ഈ അസറ്റ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ജോലി ചെയ്തായാലും അതല്ല വേറെ രീതിയിലായാലും ഷെയർ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവരാരും ഒരു അസറ്റ് ക്രിയേഷനിലേക്ക് പോകുന്നില്ല. പൈസ വരുന്നുണ്ട്, ഫിഗറും 7 ഫിഗറും ഒക്കെ പൈസ ഉണ്ടാക്കുന്ന പിള്ളേരുകളുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ, ഏർലി 20s തന്നെ. പക്ഷെ ഇതൊന്നും മിക്കവാറും ആ വർഷം കഴിയുമ്പോൾ തന്നെ പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് കളയുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അത് എന്താ പറഞ്ഞ, അവർക്ക് അതാണ് അവരൊരു രസമായിട്ടും, പിന്നെ അവർക്ക് എന്നും ഒരു എന്താ പറയുക, അതൊരു ഏജിന്റെ ഒരു വ്യത്യാസം അനുസരിച്ചായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഈ അസറ്റ് ക്രിയേഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്ത് മിക്കവാറും ഈ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒരു മെയിൻ ഘടകം തന്നെയാണ്, അല്ലേ? അതെ 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 നമുക്ക് കാണാം. നിങ്ങളിപ്പോ താമസിക്കുന്ന വീട് 10 വർഷം മുന്നേ എന്തായിരുന്നു വില നോക്കുക, മനസ്സിലാവും. ഏകദേശം ഒരു 10% അല്ല, ഒരു 100% പ്രോപ്പർട്ടി വാല്യൂ കൂടിയിട്ടുണ്ട്. ഒരു 20 വർഷം മുന്നത്തെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിനും അത്രയാണ്. അതായത് 1970s മെൽബണിലും സിഡ്നിയിലും പ്രോപ്പർട്ടി പ്രൈസ് ലെസ് ദാൻ 20,000 ആയിരുന്നു മീഡിയം ഹൗസ് പ്രൈസ് 1970s. അത് 2000 ആയപ്പോഴേക്കും അത് 300K ആയിട്ട് വന്നു. അപ്പോൾ 300K ഉള്ളത് 2025 ആയപ്പോൾ അത് 1 മില്യന്റെ മേലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിലാണ് പ്രൈസ് പോണത്. അപ്പൊ നമുക്കൊരു ഒരു സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതായത് ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 തരത്തിലാണ് നമ്മൾ അസറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. കാരണം ഇപ്പൊ നമ്മളൊരു 500K പ്രോപ്പർട്ടി ഈ വർഷം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, 2025 വാങ്ങിച്ചു. ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച് തുടക്കത്തിൽ നമ്മൾ കറക്റ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ, കറക്റ്റ് പ്രോപ്പർട്ടി മീൻസ് കറക്റ്റ് നല്ല റെന്റൽ ഈൽഡ്, നല്ല ലോ റിസ്ക് ഏരിയ, പിന്നെ അങ്ങനെ എല്ലാ രീതിയിലും റിസർച്ച് നടത്തിയിട്ട് നല്ല പ്രോപ്പർട്ടിയാണ് വാങ്ങിക്കുന്നത്. നമുക്കൊരു 10% ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ പ്രതീക്ഷിക്കാം ഇയർലി. അതിന്റെ കൂടെ തന്നെ നമുക്ക് റെന്റൽ ഇൻകം, ഒരു 500K പ്രോപ്പർട്ടി ആണ് 22 to 25,000 റെന്റൽ ഇൻകം വരുന്നുണ്ട്. അപ്പോൾ 10% ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ 50K ആയി.
25K റെന്റൽ ഇൻകം എന്ന് പറയുമ്പോൾ 50+25 75K നമുക്ക് അതിനകത്തുനിന്ന് ഡയറക്റ്റ് പൈസ കയ്യിൽ വരുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ 75K ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 75K ഗെയിൻ, ഈ 500Kയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നമ്മൾ ഇനീഷ്യലി ഒരു 100K ആണ് നമ്മൾ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടാവുക അല്ലെ, 10% 20% ഇട്ടാണെങ്കിൽ. അപ്പൊ ഈ 20% ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 1 ഇയറിൽ തന്നെ ഒരു 75,000 നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളവിടെ ഗെയിൻ ചെയ്തു അല്ലെ. അപ്പോ നമ്മളിപ്പോ നല്ല സ്ഥലത്താണ് പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ വിത്തിൻ 2 to 3 years ഇതിന്റെ ഒരു 10% റെന്റൽ ഇൻക്രിമെന്റ് വന്ന് ഒരു 3 വർഷം കഴിയുമ്പോൾ 4ാമത്തെ വർഷം ആകുമ്പോഴേക്കും ഈ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇടാണ്ട് റൺ ചെയ്യുന്ന സിറ്റുവേഷനിൽ വരും. ഇപ്പോൾ നമ്മുടെ കുട്ടി, ഒരു 25 വയസ്സുള്ള കുട്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, 500Kയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ഈ പ്രോപ്പർട്ടി കയ്യിൽ പൈസ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഒരു 2 or 3 പ്രോപ്പർട്ടി അവർക്ക് വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓസ്ട്രേലിയയിൽ അത് ചെയ്യാം, എല്ലാ കൺട്രീസിലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഓസ്ട്രേലിയ നമുക്ക് അതാണ് ഓസ്ട്രേലിയയിലെ കണ്ടീഷൻ. ഡിമാൻഡ് ഉണ്ട് അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ 500,000 വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു $50,000 ഡിപ്പോസിറ്റ് വേണം. അതെ അതെ. ആ ഡിപ്പോസിറ്റ് നമുക്ക് എങ്ങനെ റേസ് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പൊ നമ്മളിപ്പം ജോലിക്ക് കയറുന്നതോളെങ്കിൽ $50,000 ഒരു 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സുള്ള ഒരാള് ജോലിക്ക് കയറി കഴിഞ്ഞാല് അതൊരു 2 കൊല്ലം പിടിക്കല്ലേ $50,000? അവിടെയാണ് നമ്മുടെ പേരൻസിന്റെ റോള്. ഇപ്പൊ പേരൻസ് വന്നാൽ അധികം പേരൻസ് ഇവിടെ 10-15 വർഷമായിട്ട് ഉള്ള പേരൻസ് ആയിരിക്കും. ഈ പേരൻസിന് അവർക്ക് കയ്യിൽ നിന്ന് സേവിങ്സ് എടുത്ത് കൊടുക്കരുത്. അതായത് നമ്മൾ ഹാർഡ് ഏൺഡ് മണി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം, എന്റെ റെക്കമെൻഡേഷൻ. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ, പ്രൈമറി ഹൗസിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടാവും, അതിന്ന് ഒരു ചെറിയൊരു പെർസെന്റേജ് അവർക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പേരൻസിന് വലിയൊരു ബാധ്യത അതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതാണ് എന്റെ റെക്കമെൻഡേഷൻ. ഇപ്പൊ നമ്മൾ ഹാർഡ് ഏൺഡ് മണി ഉപയോഗിക്കാതെ നമ്മളെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബർഡൻ വരുന്നില്ല. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എടുത്ത് കൊടുക്കുമ്പോൾ അതിന്റെ പേരൻസ് വേണ്ട പേ ചെയ്യാനായിട്ട്? അല്ല, നമ്മളിപ്പോഴേ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ആളുകൾ ഒരു കാർ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബ്ലൈൻഡ് ആയിട്ട് ഒരു 50Kയുടെ അല്ലെങ്കിൽ 60-70Kയുടെ കാർ വാങ്ങിക്കും അല്ലെ. ഈ കാർ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു റീപേയ്മെന്റ് വരെ ഒരു $1,000 മന്ത്ലി വരുന്നുണ്ടാവുക. അപ്പോ ആ പൈസ നമ്മൾ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വിത്തിൻ ഇയേഴ്സ് നമുക്കത് റിട്ടേൺ വരും. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതെ. അപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ്, പലപ്പോഴും നമ്മൾ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന സംഭവമാണ്, നമ്മൾ ഇപ്പൊ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്കായിട്ട് സമ്പാദിക്കേണ്ട കാര്യമില്ല. പിള്ളേരൊക്കെ അവരുടെ സമയമാകുമ്പോൾ അവർ സമ്പാദിച്ചോളും. പിള്ളേർക്ക് നമ്മൾ സമ്പാദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണെന്ന് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ അതിനോട് 100% യോജിക്കുന്നു. പിള്ളേർക്ക് അങ്ങനെ സമ്പാദിച്ചു കൊടുക്കരുത്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു ക്ലയന്റിനായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ക്ലയന്റ് ആദ്യം ഒരു ഇൻവെസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചു. രണ്ടാമത്തെ ഇൻവെസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങിയതിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിത് വാങ്ങിക്കുന്നതിന്റെ ഗോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അയാൾക്ക് 2 കുട്ടികളാണുള്ളത്. ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി ആദ്യത്തെ കുട്ടിക്ക്, രണ്ടാമത്തെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് രണ്ടാമത്തെ കുട്ടിക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ തന്നെ പ്രോപ്പർട്ടിയുടെ വാല്യൂ മേലേക്ക് പോവാണ്, അപ്പൊ അവരുടെ കുട്ടികളെ വലുതാകുമ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ തരം താഴ്ത്തി കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ 10 times സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാളും 10 times ഏൺ ചെയ്യാൻ അവർ കേപ്പബിൾ ആണ്. നമ്മൾ ആ രീതിയിലാണ് അവരെ വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പ്രോപ്പർട്ടി വാല്യൂ കൂടിയാലും അത് വാങ്ങിക്കാൻ അവർ കേപ്പബിൾ ആണ്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കരുത്. പക്ഷെ നമ്മൾ ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അവർക്ക് ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അവര് വേറെ റൂട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ട്രാക്കിൽ കയറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ ഫിനാൻഷ്യലി അവർക്ക് വേണ്ടി പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ പാടില്ല. അവരുടെ പേരിലായിരിക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയായിരിക്കണം. ആ രീതിയിൽ നമുക്ക് ചെറിയൊരു ഹെൽപ്പ് കൊടുക്കാം. അതല്ലാതെ ഇപ്പൊ പേരൻസ് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് പേരിൽ എഴുതി കൊടുക്കുക, അത് ശരിയല്ല. കാരണം ഇത് ഇപ്പൊ പേരൻസ് വീട് മേടിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വീട് മേടിച്ചു കഴിഞ്ഞാൽ ആ പേരൻസ് കിഡ്സിലേക്ക് ആ പ്രോപ്പർട്ടി ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ലേറ്റ് ആയിട്ട് ചെല്ലുള്ളൂ. മീൻസ് മിക്കവാറും ആരാണ് പേരൻസ് മരിച്ചതിന് ശേഷം മാത്രമേ പ്രോപ്പർട്ടി ചെല്ലുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ഒരു കണക്കനുസരിച്ചാണ് ഒരു 70 അല്ല ഒരു 80-90 വയസ്സ് വരെ ഒരു ആവറേജ് ഒരാൾ ജീവിച്ചിരിക്കും.
അപ്പത്തേക്ക് മക്കൾക്ക് 50 വയസ്സിന് മുകളിലാവും, അതെ 50 വയസ്സാവും. അപ്പൊ അപ്പത്തേക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടി പിള്ളേർക്ക് കിട്ടിയിട്ട് കാര്യമില്ല, അല്ലേ? അതെ 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 അല്ലേ? അതെ അപ്പം അതെ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പേരൻസിന് ഇപ്പൊ ജീവിക്കാൻ അത്യാവശ്യം കഴിവുള്ളവരാണ് കുട്ടിക്ക്. ഇപ്പൊ ഒരു പേരൻസിന് ഇപ്പൊ സുധീഷിനാണെങ്കിലും ഒരു 4-5 പ്രോപ്പർട്ടി ഉണ്ട്. സുധീഷിന് ജീവിക്കാൻ ആ 4-5 പ്രോപ്പർട്ടി ധാരാളമാണ്. അപ്പം അതെ. അടുത്തത് മേടിക്കുന്നത് കിഡ്സിന് മേടിക്കുവാണെങ്കിൽ കിഡ്സ് ആ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാൻ സാധിക്കില്ലേ? നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നമ്മൾ എപ്പോഴും പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട്, പിന്നെ മീൻ വാങ്ങിച്ചു കൊടുക്കരുത്, ചൂണ്ട വാങ്ങിച്ചു കൊടുക്കാം. നമ്മൾ മീൻ വാങ്ങിച്ചു കൊടുത്താൽ അവരൊന്ന് വെച്ചാൽ അത് കഴിഞ്ഞു. പക്ഷെ ചൂണ്ടയാണ് വാങ്ങിച്ചു കൊടുത്താൽ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും എപ്പോഴാണെങ്കിലും അവർക്ക് മീൻ പിടിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ച് അങ്ങനെ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റേ പാടില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞുള്ളത്, ഒരു പ്രോപ്പർട്ടി ഞാൻ അവന് കൊടുക്കില്ല. നമ്മളിങ്ങനെ ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്തോളും. പക്ഷെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എൻ്റെ അനിയനാണെങ്കിലും മകനാണെങ്കിലും ഇവരൊക്കെ ഇത് കണ്ടിട്ട് പഠിക്കണം. അതായത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യണം നിർത്തുക, സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പഠിക്കുക. ഇപ്പൊ ഏത് ഭാഗത്തൊക്കെയാണ് വീട് മേടിക്കുന്നത് സുധീഷ്? ഞാൻ കഴിഞ്ഞൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചത് ഞാൻ വിക്ടോറിയയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഒരെണ്ണം വാങ്ങിച്ചത് ക്യൂൻസ്ലാൻഡിലാണ്. പിന്നെ NSW റീജിയനിൽ വാങ്ങിച്ചിട്ടുണ്ട്, പെർത്തിൽ വാങ്ങിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ നോക്കാറെന്ന് വെച്ചാൽ പല ക്ലയൻസിന്റെ റിക്വയർമെന്റ് നോക്കും, അതിന്റെ കൂടെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡാറ്റാസ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടികളാണ്, ഏരിയയാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്ന ആൾക്ക് പറ്റിയ സ്ഥലമാണോ വിക്ടോറിയ? വിക്ടോറിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിക്ടോറിയയിലെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2020 മുതൽ നിങ്ങൾ നോക്കിയാൽ 20, 21, 22, 23, 24 പ്രൈസ് കൂടിയിട്ടില്ല, അല്ലെ? നല്ല ശതമാനം ഏരിയയിലും പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്, നമ്മൾ വാങ്ങിക്കുന്നത് 2020 പ്രൈസിലാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് റിസർച്ച് നടത്തിയാൽ മനസ്സിലാവും, വിക്ടോറിയയിലെ പോപ്പുലേഷൻ പ്രഡിക്ഷൻ ഹൈ ആണ്. അതായത് പോപ്പുലേഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് വരുന്നുണ്ട്. വിത്തിൻ 10 years നല്ല രീതിയിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ. ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് 2020-24 വരെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 70 to 85% പ്രോപ്പർട്ടി വാല്യൂ കൂടിയിട്ടുണ്ട്. ക്യൂൻസ്ലാൻഡിൽ പറയാച്ചുള്ള ഒരു 60 to 75% പ്രോപ്പർട്ടി വാല്യൂ കൂടിയിട്ടുണ്ട്. സൗത്ത് ഓസ്ട്രേലിയയിലും 60 to 70% കൂടിയിട്ടുണ്ട്. പക്ഷേ വിക്ടോറിയ നോക്കിക്കഴിഞ്ഞാൽ കൂടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അഫോർഡബിലിറ്റി ഇൻഡെക്സ് എന്നുള്ള ഒരു ഫാക്ടർ അവിടെയാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗ്രോത്ത് റേറ്റ് സൈക്കിൾ എന്ന് പറയും. ഒരു റിയൽ എസ്റ്റേറ്റിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി പെർത്തിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് മാക്സിമം വിലയ്ക്കാണ്. അതിന്റെ അർത്ഥം പിന്നെ മേലേക്ക് പോവില്ല എന്നല്ല, പക്ഷെ ഒരു വലിയൊരു ഹൈക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസ്ഡ് കുറച്ചു കാലം പോകും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ വിക്ടോറിയയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ് വരുന്നത്. പക്ഷെ ക്വിക്ക് ഗ്രോത്ത് ഞാൻ പറയുന്നത് വിത്തിൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് ഗ്രോത്ത് ഏതൊക്കെയാണ് വിക്ടോറിയയിൽ ഇപ്പൊ നിലവിൽ പ്രതീക്ഷിക്കേണ്ട? ഇല്ല, കാരണം വെച്ചാൽ അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ഇപ്പോ ഈ ഇൻവെസ്റ്റേഴ്സിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഉള്ളത് വിക്ടോറിയയിൽ. കാരണം ടാക്സ് കൂടുതലാണ്, അതായത് ലാൻഡ് ടാക്സ് എക്സ്ട്രാ വന്നിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടുതലാണ്. അപ്പൊ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റർ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യും. ബുദ്ധിമുട്ടാ വിക്ടോറിയ അല്ലേ? അങ്ങനെ എല്ലാ ഏരിയയിലും ഇല്ല കേട്ടോ, നല്ല പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള ഏരിയ ഉണ്ട്. ഞാൻ വിക്ടോറിയയിൽ 5 പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് റീസെന്റ് ക്യാഷ് ഫ്ലോ ഉള്ള പ്രോപ്പർട്ടികൾ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ഏരിയ അങ്ങനെയല്ല, ചില ഏരിയ നമുക്ക് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ പറ്റും. വിക്ടോറിയ താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും, ഒരു സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും താല്പര്യം അവനവൻ താമസിക്കുന്ന സ്റ്റേറ്റ് തന്നെ മേടിക്കാനാണ്. കാരണം ഇടയ്ക്കൊക്കെ പോയി അന്വേഷിക്കാനും, കാരണം ഇതൊക്കെ റിപ്പയർ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. റിപ്പയർ വരുമ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോയി റിപ്പയർ ചെയ്യാൻ എളുപ്പമല്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വിക്ടോറിയ ഒരു ഹെൽപ്ഫുൾ ആണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ വിക്ടോറിയ ലൈവ് പറഞ്ഞത് ഏത് സ്റ്റേറ്റ് ആയാലും, അതായത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. മറ്റൊരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എനിക്ക് പോയി കാണാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളിൽ വീട് മേടിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർ ഞാൻ അതിനെതിരാണ് കേട്ടോ. കാരണം അതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മളിപ്പോ എല്ലാം ഓൺലൈനിലാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് നമുക്ക് എന്റെ ഒരു ക്ലയന്റ് അല്ല, ഒരു പ്രോസ്പെക്ട്, കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ്, അയാൾ ഫസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചു, അതിന് തൊട്ടടുത്ത സ്ട്രീറ്റിൽ അടുത്ത പ്രോപ്പർട്ടി വാങ്ങിച്ചു. പറഞ്ഞ കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയി നോക്കാലോ എന്നുള്ളതാണ്. പക്ഷെ അതൊരു റോങ് കൺസെപ്റ്റ് ആണ്. കാരണം നമ്മൾ താമസിക്കുന്ന ഏരിയയിലെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുതലായിരിക്കും, നമുക്ക് ആ രീതിയിൽ റെന്റൽ റിട്ടേൺസ് കിട്ടില്ല. അപ്പോ അത് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യും, ക്യാഷ് ഫ്ലോ കുറയും.
പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, സംഭവം കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ അത് ഇൻട്രസ്റ്റേറ്റ് മേടിക്കുന്നത് വളരെ നല്ലതാണ്. അത് എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പണ്ടത്തെ കാലം കൂടി വന്നിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, മാനസികമായിട്ട് പ്രിപ്പയർഡ് ആകാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വിക്ടോറിയയിലല്ല, ഏത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നവർക്കാണെങ്കിലും അവിടെയും ചില പോക്കറ്റുകൾ ഉണ്ട് ഇപ്പോഴും പ്രോപ്പർട്ടി വില കയറാതെ നിൽക്കുന്നതും ഭാവിയിൽ കയറാൻ സാധ്യതയുണ്ടാവും അല്ലേ? അതല്ല പറഞ്ഞത് കറക്റ്റ്. പക്ഷെ കഴിഞ്ഞ ദിവസമല്ല, എനിക്ക് ഒരു കൊല്ലമായെന്ന് തോന്നുന്നു, ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലൈഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത്, അപ്പം അത് ന്യൂസിൽ വന്നതാണ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് .com വന്നാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവര് പേരൻസ് അവരെ 6 വയസ്സുള്ള കുട്ടിക്ക് 2 പിള്ളേർക്ക് സിബ്ലിങ്സിന് 6 വയസ്സുള്ളൂ അവർക്ക് പിള്ളേർക്കുണ്ടെന്നും അവരുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്നും പറഞ്ഞുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലല്ല, അത് ഓക്കെ, അതായത് അവർക്ക് നല്ല പബ്ലിസിറ്റി കിട്ടി, നമ്മളിപ്പോ നിങ്ങൾ സംസാരിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ കുട്ടികൾക്ക് അവരുടെ പേരിൽ വാങ്ങിച്ച്, കുട്ടികൾ അപ്പൊ തന്നെ വളരുമ്പോൾ തന്നെ അവര് മില്യണേഴ്സ് ആയിട്ടാണ് വളരുന്നത്. പിന്നെ അവർക്ക് എന്താ വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ ജോലിയോ, അല്ലെങ്കിൽ ജോലിയെന്നല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ജനറേഷനിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ ഈ ജനറേഷൻ അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. കാരണം ആ കുട്ടികൾ ഉള്ള പൈസ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നോക്കുക, അവർ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. അല്ലെ? ഞാനത് പഴയൊരു കൺസെപ്റ്റ് പറഞ്ഞാണ്. അവരിങ്ങനെ പറയാറുണ്ട്, എന്താ പറയട്ടെ, ആദ്യത്തെ ജനറേഷൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും, രണ്ടാമത്തെ ജനറേഷൻ അപ്പൊ ഞാൻ പറയുന്നത് ഇത് ജനറേഷൻ അത് അടിച്ചു പൊളിച്ച് കളയും, പിന്നെ പൂറാകും, പിന്നെ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ 3-4 ജനറേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, അത് കുറെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ സത്യം അതാണോ എന്ന് എനിക്കറിയത്തില്ല. പ്രോപ്പർട്ടി കൊണ്ട് മാത്രം കാര്യമില്ല, സമ്പത്ത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇതിന്റെ അകത്ത് വാല്യൂ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. വാല്യൂ ക്രിയേഷൻ നടക്കാത്തത് പല ഹൈലി റിച്ച് ആയിട്ടുള്ള ഫാമിലീസും 8ഉം 10ഉം എന്താണ് തലമുറകളായിട്ട് പിന്നെയും ഹൈലി റിച്ച് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവരുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എപ്പോഴും അവർ ചെയ്യുന്നത്. അവർ ആ പ്രവൃത്തി അല്ലെങ്കിൽ അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അവർ കൊടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട് മേടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ കേസ് മാത്രമാണ്. വീട് മേടിക്കാന്നോ ഏത് പ്രോപ്പർട്ടി ആണല്ലോ ഏത് അസറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് മാത്രം. നമുക്കൊരു ഫിനാൻസ് സപ്പോർട്ട് വേണമല്ലോ. സക്സസ് ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പിള്ളേരെ എന്റെ വീട്ടിൽ മറ്റും പിള്ളേരെ എഴുന്നേക്കുന്നത് 2 മണിക്കാണ് ഉച്ചയ്ക്ക്, അത് വിളിച്ചില്ലെങ്കിൽ 3 മണി 4 മണിയാവും. കാരണം എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാനില്ല. നമ്മളായാലും അതെ, ഞാനായാലും രാവിലെ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണം, ജോലിക്ക് പോകണ്ടല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങും. നമുക്കൊരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് അല്ലേ? ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാൻ തോന്നുകയാണ്. അതായത് 2016 ആകുമ്പോൾ 2016 സമയത്തൊക്കെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച്, ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കണം, നല്ല ശതമാനം ആൾക്കാർ പാവപ്പെട്ടവരായിട്ട് ജീവിക്കണം. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ മീൻസ് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ 3 കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് സക്സസ്ഫുൾ ആൾക്കാരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സക്സസ്ഫുൾ ആയത്. അപ്പൊ നോക്കിയപ്പോൾ 3 കാര്യങ്ങളാണ് ഒരാളെ സക്സസ്ഫുൾ ആക്കുന്നത്. ഒന്ന്, മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവും ഈ സക്സസ്ഫുൾ ആയ ആളുകൾക്ക്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. മറ്റുള്ള ആളുകളെ പൈസ നോക്കാണ്ട് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിന്റെ കൂടെ രണ്ടാമത്തെ ഒരു കാര്യം, അവരെപ്പോഴും ഒരു മെയിൻ ആയിട്ടൊരു പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അവരുടെ അടുത്ത് ഉണ്ടാവും. അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക, അത് നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുക, മറ്റുള്ള ആളുകളെ സഹായിക്കുക. ഈ 3 കാര്യം ഒന്നിച്ച് വരുമ്പോൾ അയാൾ സക്സസ് ആവും. പിന്നെ നമ്മുടെ പിള്ളേർ ഇപ്പോഴുള്ള ജനറേഷനിടയിൽ കണ്ടു തുടങ്ങും, പ്രോപ്പർട്ടി മേടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവർ ഇത് ഇൻവെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ വേൾഡ് ടൂർ വലിയൊരു ആഗ്രഹമായിട്ട്, നമ്മൾ ഈ പറഞ്ഞ ഹാർഡ് വർക്കിംഗ് മണി ഫുള്ളായിട്ട് ഈ ടൂറിന് വേണ്ടി കളയുന്നത്, അത് എങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചെറിയൊരു അസറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ടൂറിന് പോകുന്നതാണോ നല്ലത്? ഓക്കെ, ഇപ്പം നമ്മുടെ ഇപ്പം മെയിനായിട്ട് ഓസികളാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. മെയിനായിട്ട് അവരൊരു പിന്നെ എന്താ പറയുക, 10ാം ക്ലാസ് 12th കഴിഞ്ഞാൽ തന്നെ അവർ ഫസ്റ്റ് ജോലിക്ക് പോകും, 4-5 കൊല്ലം ഏൺ ചെയ്ത് ഹാർഡ് കണ്ട് മണിയുണ്ട് ടൂർ പോകും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്, നമ്മൾ രാജ്യങ്ങളിൽ പോകണം, ഒരുപാട് കൾച്ചറും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അത് വേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിൽ കുറച്ച് ഹാർഡ് ഏൺഡ് മണിയല്ല, സ്മാർട്ടായിട്ട് ഏൺ ചെയ്ത മണി കൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ലക്ഷറി കാർ വാങ്ങിക്കുന്നത്
നമ്മുടെ ഹാർഡ് ഏൺഡ് മണി കൊണ്ടാണ്. അതായത് നമ്മൾ ജോലി ചെയ്ത് ഓവർ ടൈം ചെയ്ത് എക്സ്ട്രാ വർക്ക് ചെയ്ത് പൈസ ഉണ്ട്. അത് ഞാൻ അതിന് എതിരാണ്. എതിര് മീൻസ് അത് ഒരു നല്ലൊരു കാര്യമല്ല. കാരണം നമ്മളത് ആദ്യത്തെ 1 മാസം 2 മാസം ഒരു 5 മാസമൊക്കെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായിട്ട് മാറും. അപ്പൊ നമ്മൾ ഹാർഡ് ഏൺഡ് മണി കൊണ്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്മാർട്ടായിട്ട് ഏൺ ചെയ്ത മണി കൊണ്ട് ചെയ്യുക. നമ്മൾ ബിൽഡ് അസറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം അതിന്നുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ എടുത്ത് ചെയ്തോട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെ? അതെ അതെ. പക്ഷെ ആൾക്കാർ പറയുന്ന മറ്റൊരു കാരണം വെച്ച് കഴിഞ്ഞാല് ലൈഫ് ഒരിക്കലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ന് വേണേലും പോകാം. അപ്പൊ ഇപ്പൊ എനിക്ക് ആരോഗ്യമുള്ള സമയമാണ്, ഇപ്പൊ പോവുക, എൻജോയ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആകും എന്നാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു പേഷ്യൻസിന്റെ കുറവാണോ, അത് ഒരു യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത ഒരു കണക്ഷൻ ഇതിനിടയ്ക്ക്? ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒരു മുന്നേ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. 1ാം ക്ലാസ്സിലോ നഴ്സറി ക്ലാസ്സിലോ കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു 2 മിഠായി ഓരോ, അതായത് ഇത്രയും നേരം മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ 2 മിഠായി, അതായത് പേഷ്യൻ്റെ കൂടെ കാത്തിരിക്കാൻ 2 മിഠായി, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ 1 മിഠായി ഇപ്പൊ കിട്ടും. അതായത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മിഠായി കിട്ടും, പെട്ടെന്ന് തിന്നുന്ന 1 മിഠായി കിട്ടും. അപ്പോ നല്ല ശതമാനം കുട്ടികളും ഫസ്റ്റ് മിഠായി തന്നെ എടുത്ത് കഴിക്കും. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് 2ാമത്തെ മിഠായി വാങ്ങിക്കാൻ നിൽക്കുള്ളൂ. അപ്പോ ഇവിടെയും നമ്മൾ പേഷ്യന്റോടുകൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അസറ്റ് വരും. ഒന്നും കൂടെ ഫസ്റ്റ് നമ്മൾ പോണ ചെറിയ സ്ഥലത്തിന് പകരം കുറച്ചും കൂടിയും വേണമെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ വേണമെങ്കിൽ പോവാം, കുറച്ചും കൂടി അടിപൊളിയായിട്ട്. കുട്ടികൾ ജോലി കിട്ടാൻ തുടങ്ങി ആദ്യത്തെ 1 വർഷമൊക്കെ നമ്മൾ കുറച്ച് എക്സ്പെൻസ് കൂടി ലൈഫ് സ്റ്റൈൽ മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ പറഞ്ഞാൽ കൊണ്ടുവരാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പാരന്റ്സ് ഗൈഡ് ചെയ്ത് കൊടുത്താൽ അവരെ ട്രാക്കിലാവും. 1 വർഷം 2 വർഷം ജോലി കിട്ടി 2 വർഷം എക്സ്പെൻസ് ഒക്കെ വന്ന് ഒരുപാട് ബാധ്യതകളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നല്ല, കുറച്ച് പാടായിരിക്കും. അപ്പൊ തുടക്കത്തിലെ ജോലി കിട്ടുമ്പോ തന്നെ അവരെ ഇങ്ങനെയാണ്, നീ ഈ വർഷം ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം, അടുത്ത വർഷം അടുത്ത് വാങ്ങിക്കണം, 30 വയസ്സാകുമ്പോഴേക്കും 4 പ്രോപ്പർട്ടി ഉണ്ടാവണം, 40 വയസ്സാകുമ്പോൾ നീ ജോലി നിർത്തണം. ആ രീതിയിലുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിത് കാണുന്ന ഏതെങ്കിലും ഒരു പേരൻസിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്, കുട്ടികളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. ഈ 40 വയസ്സാകുമ്പോൾ ജോലി നിർത്തേണ്ടുള്ള ഗുണം എന്താണ്? അല്ല, ജോലി നിർത്തുക എന്ന് പറഞ്ഞാല് പിന്നെ ജോലി നിർത്തുന്ന മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജോലി നിർത്തുക. നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ എണീക്കാൻ വളരെ ബുദ്ധിമുട്ടി അലാറം വെച്ച് എണീറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങൾ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണം. പേരൻസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം. അതായത് നമ്മളെ കുട്ടികൾ എന്താണോ കണ്ടു വളരുന്നത് അതാണ് അവർ ഫോളോ ചെയ്യുക. നമ്മൾ പറയുന്നതല്ല അവർ ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ ചെയ്യുക. ഇപ്പൊ നമ്മുടെ കുട്ടികൾ കാണുന്നത് നമ്മുടെ പേരൻസ് രാവിലെ നേരത്തെ എണീക്കുന്നു, വീട്ടിലെല്ലാം വർക്കും ചെയ്യണു, ജോലിക്ക് പോകണു, അവിടെ സ്ട്രഗിൾ ചെയ്യണു, തിരിച്ചു വരുന്നു, വീട്ടിലെ ജോലി ചെയ്യണു, അങ്ങനെ ഫുൾ ടൈറ്റായിട്ട് ഫുൾ ബിസി ആയിട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് അവർ ഫ്രീ ആണെന്ന് വിചാരിക്കും. വീക്ക് ഡേയ്സിനേക്കാളും ബിസി ആയിരിക്കും വീക്കെൻഡ്. എന്തെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവും, വീട് ക്ലീനിങ്, ഗാർഡനിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ പേരൻസ് ഫുൾ ഡേ ഫുൾ ബിസിയാണ്, ജോബും ഫാമിലി കമ്മിറ്റ്മെന്റ്സും ആയിട്ട്. ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ഇവരിതാണ് ഫോളോ ചെയ്യുക. ഇവരുടെ ലൈഫ് ഇങ്ങനെയായിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിള്ളേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ വെച്ച് താമസിപ്പിക്കാതെ അവരെ കൊണ്ട് വീട് മേടിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ പറയുക. ഒന്ന്, പ്രധാനമായിട്ടും നമ്മുടെ വീടിന്റെ പ്രോപ്പർട്ടിയുടെ വില കയറി പോവുകയാണ്. പിന്നെ ഒരു അസറ്റ് ക്രിയേഷൻ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി. പിന്നെ ഒരു 4-5 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഒരു 10-40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സെമി റിട്ടയർമെന്റിലും എടുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. ഇപ്പൊ ഒരു മെയിൻ ആയിട്ട് പറയുന്നത് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ ജോലി, അത് സന്തോഷപരമായിട്ട് ചെയ്യുന്നൊരു ജോലി. പിന്നെ നമുക്കൊരു ഹോബി ഉണ്ടായിരിക്കണം. ഈ ഹോബി. പിന്നെ മറ്റൊന്ന്, എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫും ഹോബിക്കും ഇടയിൽ നമുക്ക് തന്നെയായിട്ടൊരു സമയവും വേണം. ഇങ്ങനെ പല കാരണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 24/7 ജോലി ചെയ്താൽ കിട്ടില്ല, ഒരു കാരണവശാലും. അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുടക്കം മുതലേ 35-40 വയസ്സിൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊരു 20 വയസ്സിൽ തന്നെ മനസ്സിലാക്കി. അതിനെന്താ വേണം പറയാം, നമുക്ക് വേണം പറയാം, ഒരു തന്തവൈബാന്ന് വേണം പറയാം അല്ലെ. പിള്ളേരോട് പറയും, നമുക്കൊരു 40 വയസ്സാകുമ്പോൾ മനസ്സിലായ കാര്യം 20 വയസ്സുള്ള കൊച്ചിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ലൈഫ് സെക്യൂർ ആവും, ഫ്യൂച്ചർ സെക്യൂർ ആവും.
അപ്പം അതൊക്കെയാണ് എനിക്ക് സുധീഷ് പറഞ്ഞതെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പൊ സുധീഷിന് എന്താണ് കൺക്ലൂഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടോ. ഇല്ല, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പോ എല്ലാവരോടും ഇൻവെസ്റ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണം. അധികം മലയാളികളാണെങ്കിലും നല്ല ശതമാനം ആളുകളും ഒരു 67 വയസ്സ് എപ്പോഴാണോ റിട്ടയർമെന്റ് അതുവരെ വർക്ക് ചെയ്യും. എല്ലാവരും പറയും ഞാൻ 50 വയസ്സിൽ നിർത്തും 60 വയസ്സിൽ നിർത്തും എന്നൊക്കെ പറയും. പക്ഷേ ഈ ആരും 60 67 നിർത്തില്ല. അത് കഴിഞ്ഞും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പാടില്ല. നമ്മൾ നേരത്തെ റിട്ടയർ ചെയ്യണം. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് നേരത്തെ റിട്ടയർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാണ്ട് തന്നെ ജീവിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ അതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. അപ്പൊ അതിന് പേരൻസ് വഴിയൊരുക്കി കൊടുക്കണം കുട്ടികളുടെ ഭാവി സെക്യൂർ ആക്കാനായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും മക്കൾക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവട്ടെ. എല്ലാവരും നല്ല ഐശ്വര്യപൂർണ്ണമായിട്ടും വളരെ സന്തോഷത്തോടുകൂടിയും ജീവിക്കട്ടെ. സുധീഷ്, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഗിവിംഗ് മീ. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഒരു കുഴപ്പമില്ല. പിന്നെ സുധീഷിന്റെ ഡീറ്റെയിൽസും തരുവാണെങ്കിൽ നമുക്ക് വീഡിയോയിലും പിന്നെ വീഡിയോയിൽ ഇതില്ല, നമുക്ക് ഫോൺ നമ്പറും ഡീറ്റെയിൽസും തരുവാണെങ്കിൽ നമുക്ക് വീഡിയോയിലും അതിന്റെ ഡിസ്ക്രിപ്ഷനിലൊന്ന്